നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കുകയാണ് CPIM. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാണ് CPIMന്റെ തീരുമാനം. അതെന്താ കാര്യം? VS ജോയിക്കാണ് സീറ്റ് കിട്ടുന്നതെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ CPIM നോട്ടമിട്ടിട്ടുണ്ട്. UDF സീറ്റ് നൽകിയില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായാൽ DYFI പ്രസിഡന്റ് P. ഷബീറിനെ പരിഗണിക്കും. സംസ്ഥാന നേതാക്കളിൽ ആരെയെങ്കിലും UDF സ്ഥാനാർത്ഥിയാക്കിയാൽ M. സ്വരാജിനെ മത്സരിപ്പിക്കാനാണ് ധാരണ. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, 3 പ്ലാനുകളുമുണ്ട് അല്ലേ CPIMനെ സംബന്ധിച്ച്? ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ ഒരു സാധ്യത, ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാതിരുന്നാൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന സാധ്യത, അതല്ലെങ്കിൽ ഒരുപക്ഷെ സ്വരാജിലേക്കും എത്തിയേക്കാം. അങ്ങനെയാണോ? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. പാർട്ടി സമ്മേളനത്തിൻ്റെ തിരക്ക് കഴിഞ്ഞ CPM ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും എന്നാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നേതാക്കൾക്കിടയിൽ തുടങ്ങിയത്. അരുൺ പറഞ്ഞതുപോലെ 3 ഓപ്ഷൻ അവർ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കൂ. അവരുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ഓപ്ഷൻ ആര്യാടൻ ഷൗക്കത്തിനെ അല്ല UDF സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ പകരം VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആര്യാടൻ ഷൗക്കത്തിനെ LDF സ്ഥാനാർത്ഥിയാക്കുക എന്നതാണ്. പാലക്കാട് P. സരിൻ വന്നതുപോലെയുള്ള ഒരു നീക്കം നടത്തും. ചില ചർച്ചകൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞതായാണ് CPMന്റെ നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല, അവിടെ ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ DYFI ജില്ലാ പ്രസിഡന്റ് P. ഷബീറിനെയും വഴിക്കടവ് നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയിയുടെ പേരുമാണ് സജീവമായി അവർ പരിഗണിക്കുന്നത്. ഈ സാഹചര്യം ഉള്ളപ്പോൾ തന്നെ CPMന്റെ വിലയിരുത്തൽ, അല്ലെങ്കിൽ CPM നേതാക്കൾ പറയുന്നത് VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും അല്ലാത്ത സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് അവർ കൂടുതൽ സാധ്യത കാണുന്നത്. അങ്ങനെ ഒരു സംസ്ഥാന തലത്തിലുള്ള നേതാവ് വന്നാൽ M. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാം എന്നൊരു ധാരണയും നേതൃതലത്തിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ഒരുപക്ഷെ പുറത്തുനിന്ന് സ്ഥാനാർത്ഥി എത്തിയാൽ സ്വരാജിന് തന്നെ കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. താങ്ക് യു റഹീസ്.